probability എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? Probability എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുന്നത് സാധ്യതകളുടെ ഗണിതം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സാധ്യത ഇപ്പം ഒരു 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 കോയിൻ ടോസ് ചെയ്യുന്നു. അത് ഹെഡ് വീഴാനുള്ള ഒരു സാധ്യതയുണ്ടാവും, ടെയിൽ വീഴാനുള്ള സാധ്യതയുണ്ടാവും, ഇല്ലേ? അതേപോലെ തന്നെ ചിലപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രകൃതിയുടെ എന്താണ് സാഹചര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇന്ന് മഴ പെയ്യും, ചിലപ്പോൾ ഇന്ന് മഴ പെയ്യത്തില്ല. മനസ്സിലായോ? സാധ്യത എല്ലാം സാധ്യതയാണ്. മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടാവും, ചിലപ്പം ഒരു 50% സാധ്യത ഉണ്ടാവും. ഓക്കെ, ചിലപ്പം സാധ്യതയെ കാണത്തില്ല. ചിലപ്പോൾ എന്താ 100% സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യ ഇന്ന് ജയിക്കും, ഇന്ത്യ ജയിച്ചിരിക്കും. ഓക്കെ, അല്ലെ ഇന്ത്യ തോക്കും, ഇന്ത്യ തോറ്റിരിക്കും. മനസ്സിലായോ? ഇന്ന് മഴ പെയ്തിരിക്കും. മനസ്സിലായോ? അപ്പം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധ്യതകളുടെ ഗണിതം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പം ആ പ്രോബബിലിറ്റിയുടെ ഓക്കെ, പ്രോബബിലിറ്റി എന്താണെന്ന് ആദ്യം എഴുതാം. അത് ആദ്യം അങ്ങോട്ട് എഴുതിക്കോ. The branch of mathematics that measures the uncertainty of the occurrence of an event using numbers യൂസ് ചെയ്തിട്ട് ഒരു ഇവന്റിന്റെ ഒക്കോറൻസിനെ എത്രത്തോളം എന്താണ് നടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നടക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു 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 എന്നുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന മാത്സിന്റെ ഒരു ശാഖയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. സിംപ്ലി പറയുകയാണെങ്കിൽ സാധ്യതകളുടെ ഗണിതം. ഓക്കെ ആണല്ലോ? അപ്പം ഇതിനകത്ത് ഒരു കാര്യം, അതായത് നമ്മൾ ഏതൊരു കാര്യത്തെ നമ്മൾ ഇവിടെ ഇവന്റ് എന്നാണ് പറയുന്നത്. അതായത് ഏതൊരു നടക്കാൻ പോകുന്ന കാര്യത്തിന്, ഇപ്പൊ മഴ പെയ്യുന്നു, അതായത് പ്രോബബിലിറ്റി ഓഫ് എന്താണ് പ്രോബബിലിറ്റി, അല്ലെങ്കിൽ ഇപ്പം എന്തും ഇപ്പൊ ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ വള്ളംകളി ഒരു ഇവന്റാ, വള്ളംകളി നടക്കുന്നു, അതൊരു ഇവന്റാ. അതേപോലെ തന്നെ തിരുവോണത്തോണി വരുന്നു, അതൊരു ഇവന്റാ. ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളി നടക്കുന്നു, അതൊരു ഇവന്റാ. ഇപ്പൊ ചെറുവപ്പുഴ കൺവെൻഷൻ അതൊരു ഇവന്റാ. അതേപോലെ തന്നെ എന്താ, അങ്ങനെ ഓരോന്ന് ഇപ്പൊ ഇപ്പൊ മഴ പെയ്യുന്നു, അതൊരു ഇവന്റാ. ഫാന് കറങ്ങുന്നു, അല്ലെങ്കിൽ ഫാൻ സ്വിച്ച് ഇടുമ്പോൾ ഫാൻ ഓണോ ഫാൻ കറങ്ങുന്നു, അതും ഇവിടെ ഒരു ഇവന്റ് ആയിട്ട് എടുക്കുന്നത്. പ്രോബബിലിറ്റിയിൽ എല്ലാം നടക്കുന്ന കാര്യങ്ങളെയും നമ്മൾ ഇവന്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി, ആ ഇവന്റ് നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്നുള്ളതാണ്. ഇപ്പൊ കോയിൻ ടോസ് ചെയ്യുന്നു, അതൊരു ഇവന്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം ഇങ്ങനെ എഴുതാം. In probability all the conditions that are occurring is considered as an event. ഇതൊന്നും കാണാപ്പാഠം പഠിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവന്റ് ഇനിയും probability of getting an event is represented as P of E എന്ന് പറയും. ഇനിയും probability of
നോട്ട് ഗെറ്റിംഗ് ആൻ ഇവന്റ്, നോട്ട് ഗെറ്റിംഗ് ആൻ ഇവന്റ്, ഇവന്റ് ഈസ് represented as P of not E. കണ്ടോ ഇങ്ങനെ P of not E represented P of E ഇട്ടിട്ട് മണ്ടയ്ക്ക് ബാർ. where E and E not are complementary event, complementary events, complementary events. Probability of not getting an event is represented as P of E, where എന്താണ് E and E not are complementary. Complementary എന്ന് പറയുമ്പോൾ എന്താ, അതായത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് വരുന്നത്. അതായത് ഒന്നിന്റെ ഓപ്പോസിറ്റ് ആണ് എന്നുള്ളൊരു ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഗെറ്റിംഗ്, ഒന്ന് നോട്ട് ഗെറ്റിംഗ്. എഴുതിയെടുക്കാനുള്ളവരെല്ലാം എഴുതിയെടുത്തു. അപ്പം പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ സാധ്യതകളുടെ ഗണിതം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അത് മാത്സിന്റെ ഒരു ബ്രാഞ്ചാണ്. എന്തിനു വേണ്ടിയുള്ള ബ്രാഞ്ചാണ്? ഒരു അൺസർട്ടനിറ്റിയെ അല്ലെങ്കിൽ ഒരു ഇവന്റിന്റെ ഒക്കോറൻസിനെ അത് നടക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് നമ്പർ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു മാത്സിന്റെ ഒരു ബ്രാഞ്ചിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഇല്ല. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വീഴാനാണോ സാധ്യത, ടെയിൽ വീഴാനുള്ള സാധ്യത? ആ സാധ്യത. അതേപോലെ തന്നെ അപ്പം നമ്മൾ എല്ലാത്തിനെയും ഇവിടെ ഇവന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇവന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് P of E എന്നും ആ ഇവന്റ് നടക്കുന്നില്ല എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് P of not E അല്ലെങ്കിൽ E ബാർ എന്ന് എഴുതും. ഇയും ഈ ഡാഷും അല്ലെങ്കിൽ ഇയും ഈ ബാറും കോംപ്ലിമെന്ററി ഇവന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ഒരു ഡോട്ട് ഇട്ട് എഴുതേണ്ടത്, an event has only one outcome of experiment is called event having ആണ്. an event having only one outcome of experiment is called elementary event. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ എന്താണ് ഒരു കോയിൻ കുറെ തവണ ടോസ് ചെയ്യുന്നാൽ എത്ര തവണ ടോസ് ചെയ്തെന്ന് പറഞ്ഞാലും ഒന്നെങ്കിൽ അറ്റ് എ ടൈം ഒരു ഹെഡ് വീഴും, അല്ലെങ്കിൽ അറ്റ് എ ടൈം എന്താണ് ഒരു ടെയിൽ വീഴും, ഇല്ലേ? അത് നമ്മൾ ഇനി എത്ര തവണ എറിഞ്ഞെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഒരു ഔട്ട്കം ഉള്ള ഒരു ഇവന്റിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? എലമെന്ററി ഇവന്റ് എന്ന് പറയുന്നത്. എലമെന്ററി ഇപ്പൊ നമ്മൾ ഒരു ടോസിങ് എ കോയിൻ നമ്മൾ ടോസ് ചെയ്തു, എന്ത് സംഭവിച്ചു? ഏതാ വീണത്? ഒന്നെങ്കിൽ ഹെഡ്, അല്ലെങ്കിൽ എന്താ വേണേ? ടെയില്. അപ്പൊ അവിടെ ഒരു ഔട്ട്കമേ ഉള്ളൂ, അറ്റ് എ ടൈം ഒരു ഔട്ട്കമേ ഉള്ളൂ. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ എലമെന്ററി ഇവന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഒരു കാര്യം എഴുതാനുണ്ട്, നോക്കിക്കോളൂ. എപ്പോഴും ആലോചിച്ചോളൂ, സം ഓഫ് പ്രോബബിലിറ്റീസ് ഓഫ് ഓൾ എലമെന്ററി ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആയിരിക്കും. അതായത് വേണമെങ്കിൽ അങ്ങനെ എഴുതിയിട്ട് എഴുതാം, ദ സം ഓഫ് ദ probabilities of all the elementary events of an experiment is 1. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ P of getting an event plus P of not getting that event എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P of getting an event plus P of not getting an event ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 വരും. ഓക്കെ ആണല്ലോ? അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നു,
അവിടുത്തെ എലിമെന്ററി ഇവന്റ് എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം ഒന്നെങ്കിൽ ഒരു ടെയിൽ വീഴാം, അതും ഒരു എലിമെന്ററി ഇവന്റ് ആണ്. അറ്റ് എ ടൈം ഹെഡ് വീഴാം, അതും ഒരു എലിമെന്ററി ഇവന്റ് ആണ്. ഒരു സമയം ഇതിൽ ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ, അതുകൊണ്ടാണ് അതിനെ എലിമെന്ററി ഇവന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ ഹെഡ് ടോസ് ചെയ്യുന്ന സമയത്ത് അവിടെ, അല്ലെങ്കിൽ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹെഡ് വീഴാനുള്ള പ്രോബബിലിറ്റി പ്ലസ് ഹെഡ് വീഴാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വണ്ണേ കിട്ടത്തുള്ളൂ. ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് ഓൾ ദ ഇവന്റ് ഇൻ ആൻ എക്സ്പെരിമെന്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കും. ഇനി രണ്ട് ടൈപ്പ് ഇതിനെയും കൂടെ ഒന്ന് പറഞ്ഞു തരാം. അത് ഒരു ഡോട്ട് എഴുതുക. an event that has no chance of occurring is called an impossible event. ഞാൻ ഇന്ന് ഓഫ്ലൈൻ വന്നവർക്ക് എനിക്കൊന്ന് 2-3 പോയിന്റ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ട്. ഓഫ്ലൈൻ വന്ന ആരെങ്കിലും കയറിയിട്ടുണ്ടോ ഇവിടെ? എനിക്ക് നിങ്ങൾക്ക് 2-3 പോയിന്റ് കുറവാണ് തന്നത്, അതുകൂടെ ആഡ് ചെയ്യണേ. ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് എഴുതാത്ത പോയിന്റുകൾ ഒന്ന് ആഡ് ചെയ്തേക്കണം. An event that has no chance of occurring is called an impossible event. Impossible event. അതായത് ഒരു ഇവന്റ് ഒക്കർ ചെയ്യാൻ ചാൻസ് ഇല്ലെങ്കിൽ ആ ചാൻസ് ഇല്ലാത്ത ഇതിനെ നമ്മൾ എന്താണ് ഇമ്പോസിബിൾ ഇവന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഏണി പാമ്പ് കളിക്കുമ്പോൾ നമ്മൾ ആ കട്ടയില്ലേ ഡൈസ്, ആ ഡൈസ് എറിയുമ്പം 7 വീഴാനുള്ള സാധ്യത, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഡൈസിനകത്ത് എത്ര നമ്പറേ ഉള്ളൂ? 6 ഉള്ളൂ അല്ലേ? ശരിയല്ലേ? അപ്പം 6 നമ്പേഴ്സ് ഉള്ളു. അപ്പൊ 1 മുതൽ 6 വരെയുള്ള ഏത് സംഖ്യ വേണമെങ്കിലും വീഴാം, പക്ഷെ 7 വീഴോ? ഇല്ല. അതൊരു ഇമ്പോസിബിൾ ഇവന്റാ. മനസ്സിലായോ? അങ്ങനെ. അടുത്തത് an event that has 100% probability of occurrence is called as sure event. An event that has 100% probability of occurrence is called sure event. അതായത് 100% ഒക്കർ ചെയ്യാൻ സാധ്യതയുള്ളത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് കോയിൻ ടോസ് ചെയ്യുന്ന ഒരു ഇവന്റാ. അപ്പൊ അവിടെ ഹെഡ് വീഴാനും ഈക്വൽ പ്രോബബിലിറ്റി ആണ്, ടെയിൽ വീഴാനും ഈക്വൽ പ്രോബബിലിറ്റി ആണ്. ശരിയല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. the probability of an event that cannot happen is 0. Such an event is called എന്താ? നമുക്കറിയാം, നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി 0 ആണ്. അങ്ങനെയുള്ള ഇവന്റിനെ നമ്മൾ എന്താ ഇവന്റ് എന്നാ പഠിച്ചത്? ഇമ്പോസിബിൾ ഇവന്റ് എന്നാ പഠിച്ചത്, അല്ലയോ? അത് നമ്മൾ എഴുതിയായിരുന്നു. എന്നാലും ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ അങ്ങ് എഴുതിയതാ. ഇമ്പോസിബിൾ ഇവന്റ്. നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എപ്പോഴും 0 ആയിരിക്കും. ആ ഇവന്റിനെ ഇമ്പോസിബിൾ ഇവന്റ് എന്ന് വിളിക്കും. എന്നാൽ നടക്കാൻ സാധ്യതയുള്ള ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും എന്നറിയാമോ? 1 ആയിരിക്കും. അങ്ങനെയുള്ള നടക്കാൻ ഉറപ്പായിട്ട് 100% സാധ്യതയുള്ള ഇവന്റ് നമ്മൾ ഷുവർ ഇവന്റ് അഥവാ സെർട്ടൻ ഇവന്റ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? അതും കൂടെ എഴുതിക്കോ. ദ പ്രോബബിലിറ്റി ഓഫ് an event that is certain to happen is 1. Such event is called
ഈസ് കോൾഡ് എന്താ? സച്ച് ഇവന്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സച്ച് ഇവന്റ് ഈസ് കോൾഡ് സർട്ടൻ ഇവന്റ് അല്ലെങ്കിൽ ഷുവർ ഇവന്റ്. ഷുവർ ഓർ സർട്ടൻ ഇവന്റ്. സർട്ടൻ ഇവന്റ്. ഇനി ഒരു കാര്യം കൂടി എഴുതിക്കോണം. ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ്. എപ്പോഴും ആലോചിച്ചോണം, പ്രോബബിലിറ്റി, ഏതൊരു ഇവന്റിന്റെ പ്രോബബിലിറ്റിയും ഒന്നെങ്കിൽ എന്തായിരിക്കണം എന്നറിയാമോ? സീറോയോ അല്ലെങ്കിൽ സീറോയിൽ കൂടുതലോ ആയിരിക്കണം, അല്ലെങ്കിൽ വണ്ണോ വണ്ണിൽ കുറവോ ആയിരിക്കണം. അതായത് സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കായിരിക്കും എന്ത്, ഒരു ഏതൊരു ഇവന്റിന്റെ ആണെങ്കിലും പ്രോബബിലിറ്റി. അതായത് സീറോയും വണ്ണിനും ഇടയ്ക്ക്, വണ്ണിന് മുകളിലോട്ടും പോകത്തില്ല, സീറോയ്ക്ക് താഴോട്ടും പോകത്തില്ല. സീറോ ഓർ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും, അല്ലെങ്കിൽ വൺ ഓർ ലെസ് ദാൻ വൺ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അത് എപ്പോഴും ആലോചിക്കണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചോദിക്കാറുണ്ട്. ഈ തന്നിരിക്കുന്ന പോയിന്റ് എല്ലാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് is greater than or equal to 0 and less than or equal to 1. ഒന്നെങ്കിൽ വണ്ണോ വണ്ണിൽ കുറവാവാം, അല്ലെങ്കിൽ സീറോയിൽ കൂടുതലോ ആവാം. ഇതായിരിക്കും പ്രോബബിലിറ്റിയുടെ റേഞ്ച്. 0 to 1 ആയിരിക്കും അതിന്റെ റേഞ്ച്. ഓക്കെ ആണല്ലോ? ഇനി ഈ ഈക്വലി ലൈക്ലി ഔട്ട്കം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം, എഴുതണ്ട. ഈക്വലി ലൈക്ലി ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങളൊരു കോയിൻ ടോസ് ചെയ്യുന്നു. അപ്പം അവിടെ ഹെഡ് വീഴാനും സെയിം പ്രോബബിലിറ്റിയാണ്, ടെയിൽ വീഴാനും സെയിം പ്രോബബിലിറ്റിയാണ്. അങ്ങനെയുള്ള ഔട്ട്കത്തിനെ നമ്മൾ ഈക്വലി ലൈക്ലി ഔട്ട്കം എന്ന് പറയും. ഓക്കെ. ഇപ്പം ഒരു ഡൈസ് എറിയുന്ന സമയത്ത്, അതായത് ഏണിയും പാമ്പും കളിക്കുമ്പോൾ കട്ട എറിയുന്ന സമയത്ത് 1 മുതൽ 6 വരെയുള്ള ഏത് സംഖ്യ വേണേലും വരാം. അപ്പൊ ഒന്നൊരു ഈക്വലി ലൈക്ലി ഔട്ട്കം ആണ്. അതേപോലെ തന്നെ എന്താ, 2 ഈക്വലി ലൈക്ലി ഔട്ട്കം ആണ്, 3, 4, 5, 6 ഈക്വലി ലൈക്ലി ഔട്ട്കം ആണ്. അപ്പം ഇതാണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ലാസ്റ്റ്. ഇത് അതും കൂടെ ഒന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഇവന്റ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഇവന്റ്. ഗെറ്റിംഗ് ആൻഡ് ഇവന്റ് ഈസിക്കൽ എന്താണെന്നറിയാമോ? ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം.
ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കോളൂ. എ ബാഗ് കണ്ടെയ്ൻ ചെയ്യുന്നതിന് ആ ക്വസ്റ്റ്യന്റെ മുമ്പ് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യിക്കാൻ നോക്കിക്കോളൂ. എ ബാഗ് കണ്ടെയ്ൻ എഴുതിക്കോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ബാഗ് കണ്ടെയ്ൻ 3 red balls and 5 black balls. A ball is drawn at random from the bag. What is the probability that the ball drawn is ഒന്നെന്ന് എഴുതിയിട്ട് റെഡ്, രണ്ടെന്ന് എഴുതിയിട്ട് നോട്ട് റെഡ്. അപ്പോൾ ഞാൻ ഇത് ഓരോരുത്തരോട് ചോദിച്ചാണ് പോകാൻ പോകുന്നത്. ആദ്യം ആരോടാണ് ചോദിക്കുന്നത്? അൽവീന ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? അൽവീന. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ബാഗിനകത്ത് 3 റെഡ് ബോൾ ഉണ്ട്. 1 2 3 റെഡ് ബോളും അതേപോലെ 5 ബ്ലാക്ക് ബോളും ഉണ്ട്. 1 2 3 4 5 ബ്ലാക്ക് ബോളും. ഇത് എന്നിട്ട് ഇത് അടച്ചു വെച്ചിരിക്കുക. ഇത് അടച്ചു വെച്ചിരിക്കുകയാണ്. എനിക്ക് ഒരു കൈ ഇടാൻ മാത്രം ഒരു ചെറിയൊരു സ്പേസേ ഉള്ളൂ. എനിക്ക് കാണത്തില്ല, അതിനകത്തുള്ള ഞാൻ കൈയിട്ട് അല്ലെങ്കിൽ അൽവിന അതിനകത്ത് കൈയിട്ടു. എടുത്താൽ അത് റെഡ് ആകാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ അൽവിന? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതണം, പി ഓഫ് ഗെറ്റിംഗ് റെഡ്. ഇക്വേഷൻ എന്താ? പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം. ഓക്കെ, അപ്പൊ ഇവിടെ ഫേവറബിൾ ഔട്ട്കം എന്താ? നമുക്ക് വേണ്ട ഔട്ട്കം ആണ് ഫേവറബിൾ ഔട്ട്കം. നമുക്ക് വേണ്ട ഔട്ട്കം എന്താ? നമ്മൾ കൈ ഇടുമ്പോൾ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതാണ് റെഡ് കിട്ടണം അല്ലേ? അതാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കം ആണോ? അപ്പൊ ഫേവറബിൾ ഔട്ട്കം അവിടെ എത്ര എണ്ണം ഉണ്ട്? നമ്മൾ എടുക്കുമ്പോൾ ഈ 3 റെഡും വേണേ ആവത്തില്ലയോ? ശരിയല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എത്രയായിരിക്കും? 3. ടോട്ടൽ ഔട്ട്കം എത്ര? 8. ഇതായിരിക്കും അവിടുത്തെ പ്രോബബിലിറ്റി. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് റെഡോ? നോട്ട് ഗെറ്റിംഗ് റെഡ് ആണെങ്കിൽ എത്രയായിരിക്കും? 5/8. കാരണം റെഡ് കിട്ടാൻ സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തോ? ബ്ലാക്ക് ആണ് കിട്ടുന്നതെന്ന് അർത്ഥം. അപ്പൊ എന്താ ബ്ലാക്ക് എത്ര എണ്ണം? 5/8 എന്നർത്ഥം. ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? ഒന്ന് പറയണേ ബാക്കിയുള്ളവർക്ക്. ഏബൽ ഓക്കെ ആണോ? ഏബൽ ഓക്കെ. സായി, അതേപോലെ തന്നെ ദേവജിത്ത്. ഓക്കെ, അതേപോലെ തന്നെ രോഹിത്. ഓക്കെ ഓക്കെ. ദേവനന്ദ, ആരവ്, ജോഹാൻ. ജോഹാനെ മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എഴുതിക്കോ. ഞാൻ ഒരു ചോദ്യം കൂടി ഇതുപോലെ തന്നിട്ട് അടുത്തതിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം എഴുതിക്കോളൂ. എ ബോക്സ് കണ്ടെയ്ൻ 5 red marbles, 8 white marbles, and 4 green marbles. One marble is taken out of the box at random. What is the probability
probability that the marble taken out will be ഒന്നെന്ന് എഴുതിയിട്ട് റെഡ് രണ്ടെന്ന് എഴുതിയിട്ട് വൈറ്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. വൈറ്റ് എടുക്കാനുള്ള 3 എന്നുള്ളത് നോട്ട് ഗ്രീനിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് ഇവിടെ ഓക്കെ. ആരവ് ഇവിടെ ഉണ്ടോ? ആരവ് എന്ന് പറഞ്ഞേ. ആരവ് ഇവിടെ ഉണ്ടോ? ഓക്കെ, ഐറിൻ ഉണ്ടോ ഇവിടെ? ഐറിൻ? ഓക്കെ, ഐറിൻ എന്ന് പറഞ്ഞ ഐറിനെ, അതായത് ഈ ബോക്സിന്, ഒരു ബോക്സിനകത്ത് 5 റെഡ് മാർബിൾ ഉണ്ട്. ഒരു ബോക്സിനകത്ത് 5 റെഡ് മാർബിൾ ഉണ്ട്, അതേപോലെ 8 വൈറ്റ് മാർബിൾ ഉണ്ട്, 4 ഗ്രീൻ മാർബിൾ ഉണ്ട്. ഒരു മാർബിൾ ഞാൻ കണ്ണും പൂട്ടി എടുക്കുവാണെങ്കിൽ അതിൽ റെഡ് കിട്ടാനുള്ള സാധ്യത എത്രയാന്നുള്ളതാണ്. അപ്പൊ പി ഓഫ് ഗെറ്റിംഗ് റെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയായിരുന്നേ? നമുക്കറിയാം പി ഓഫ് ഗെറ്റിംഗ് റെഡ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഫേവറബിൾ ഔട്ട്കം കണ്ടുപിടിക്കും. നമുക്ക് വേണ്ടത് എന്താ? റെഡാ. റെഡ് എത്ര എണ്ണം ഉണ്ട്? 5 ബൈ ടോട്ടൽ ഔട്ട്കം. ടോട്ടൽ ഔട്ട്കം ഇവിടെ എത്ര ഉണ്ട്? മൊത്തം ആ ബാഗിൽ എത്ര എണ്ണം ഉണ്ട്? 17. അപ്പൊ 5/17 ആണ് അതിന്റെ ആൻസർ എന്ന് മനസ്സിലായോ? ഓക്കെ, പി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് എന്താ? പി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് എന്താ? 8/70. 8/70. ഓക്കെ, ഇനി പി ഓഫ് നോട്ട് ഗെറ്റിംഗ് ഗ്രീനോ? ഗ്രീൻ അല്ലാത്തതാണെങ്കിൽ പിന്നെ ബാക്കി എന്തേ ഉള്ളൂ അതിനകത്ത്? റെഡും വൈറ്റും. അതിന്റെ ടോട്ടൽ എത്ര? 13. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്ത് വരും? 13/70. ഓക്കെ, 13/70. ഓക്കെ, ഇത് മനസ്സിലായോ? ഇത് ആരവിന് മനസ്സിലായോ? ആരോ ഒന്ന് പറഞ്ഞേ, ആരോ റെസ്പോണ്ട് ചെയ്തേ. ആരവ് ഇവിടെ ഉണ്ടോ? ആരവ്? ഏബൽ ഓക്കെ ആണോ? ഏബൽ, അൽവീന? ഓക്കെ, ഡീന്? ഓക്കെ, ദേവാനന്ദ, ശ്രേയ? ഓക്കെ. ഓക്കെ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ പറയേണ്ടത് സായി ആണേ. ഓക്കെ, എഴുതിക്കോ. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. A bag contain lemon flavored candy. Candies only. Malini takes out one candy without looking into the bag. What is the probability that she will take out an orange flavored candy? Orange
ഫ്ലേവേഡ് ക്യാൻഡി. രണ്ടാമത്തേത് എ ലെമൺ ഫ്ലേവേഡ് ക്യാൻഡി. ലെമൺ ഫ്ലേവേഡ് ക്യാൻഡി. അതായത് ഒരു ബാഗിൽ ലെമൺ ഫ്ലേവേഡ് ക്യാൻഡി ഉണ്ടായിരുന്നു, ക്യാൻഡി മാത്രമേ ഉള്ളായിരുന്നു. മാലിനി എന്ന് പറയുന്ന പെൺകുട്ടി അതിനകത്തുനിന്ന് ഒരു ക്യാൻഡി എടുത്തു എങ്കിൽ അത് ഒരു ഓറഞ്ച് ഫ്ലേവേഡ് ക്യാൻഡി ആകാനുള്ള സാധ്യത എത്രയാ? ലെമൺ ഫ്ലേവേഡ് ക്യാൻഡി ആകാനുള്ള സാധ്യത എത്ര? സായി പറഞ്ഞു. Sir, P of getting an orange flavored candy equal to 0. അതെന്തുകൊണ്ടാ? ആ ബോക്സിനകത്ത് ലെമൺ ഫ്ലേവേർഡ് ക്യാൻഡി മാത്രമേ ഉള്ളായിരുന്നു. അതിനകത്ത് ലെമൺ, അതൊരു ഇമ്പോസിബിൾ ഇവന്റാ. ഇമ്പോസിബിൾ ഇവന്റ് പ്രോബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? 0. അതായത് ഒരു ബാഗിനകത്ത് ലെമൺ ഫ്ലേവേഡ് ക്യാൻഡി മാത്രമേ ഉള്ളെങ്കിൽ അതിനകത്തുനിന്ന് എടുക്കുമ്പോൾ ഓറഞ്ച് ഫ്ലേവേഡ് ക്യാൻഡി വരത്തില്ലല്ലോ, അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതൊരു ഇമ്പോസിബിൾ ഇവന്റാ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്നിന്റെ ആൻസർ ഇങ്ങനെ എഴുതാം. ഒന്നിന്റെ ആൻസർ ഇങ്ങനെ എഴുതാം. അതായത് ആസ് there is no orange flavored candy in the bag, the probability is 0. അതിന്റെ രണ്ടാമത്തെ എന്താ സായി പറഞ്ഞേ? Sir, P of getting a lemon flavored candy is equal to 1. കാരണം പക്ഷെ അവിടെ ഫേവറബിൾ ഔട്ട്കം ടോട്ടൽ ഔട്ട്കം എന്ന് പറഞ്ഞ സാധനം തന്നിട്ടില്ല. എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരെണ്ണം എടുക്കുന്നുണ്ടെങ്കിൽ 1/, അത്ര എണ്ണം ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താ, ഇവിടെ എത്ര എണ്ണം എടുക്കുന്നെന്ന് പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഒരെണ്ണം എടുക്കുന്നെന്നാ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ നമ്പർ തരാത്ത കേസിൽ അവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും, 100% ആയിരിക്കും, 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, as there are only lemon flavored candy candies, probability is 1. ഡൗട്ട് ഉള്ളവർ ചോദിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, if P of E is equal to 0.05, what is the probability of not E? നമുക്കറിയാം P of getting an event PE plus P of not getting an event PE bar is equal to 1. അങ്ങനെയാണെങ്കിൽ P of E എന്ന് പറയുമ്പോൾ 0.05 plus P of not getting E എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? അത് P of not E ആണ്. അങ്ങനെയാണെങ്കിൽ അത് 1 ആണ്. അവിടെ നിന്ന് P of not getting an E is equal to 1 minus 0.05. അങ്ങനെയാണെങ്കിൽ P of not getting E എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 0.95 ആയിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം.
അടുത്ത ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ ഇത് നമ്മുടെ രോഹിത് പറയണേ. രോഹിത് ഉണ്ടോ ഇവിടെ? Yes, sir. Okay, it is given that in a group of three students, the probability of two students not having the same birthday is 0.992. What is the probability that the two students have same birthday? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു 3 സ്റ്റുഡൻസ് ഉണ്ട്. ആ 3 സ്റ്റുഡൻസിൽ രണ്ടുപേരുടെ ബർത്ത്ഡേ സെയിം ഡേറ്റ് വരാത്തതിന്റെ പ്രോബബിലിറ്റി 0.992 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 2 സ്റ്റുഡന്റിന്റെ ബർത്ത്ഡേ സെയിം ഡേറ്റിൽ വരുന്നതിന്റെ പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും, 3 പേരല്ലേ, അപ്പൊ 2 പേരല്ലേ ചോദിച്ചിരിക്കുന്നത്, അപ്പൊ മറ്റേ ആൾ അങ്ങനെയൊന്നും നോക്കണ്ട. ഇവിടെ 2 പേരുടെ ബർത്ത്ഡേ സെയിം ഡേറ്റിൽ വരുന്നത് ഒരു ഇവന്റും 2 പേരുടെ ബർത്ത്ഡേ സെയിം ഡേറ്റിൽ വരാത്തത് ഒരു ഇവന്റുമായിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പം ആ 3 എന്നുള്ള സാധനം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക വേണ്ട. 3ൽ 2 പേരുടെ ബർത്ത്ഡേ ഒരേ ഡേറ്റിൽ വരുന്നതിന്റെ പ്രോബബിലിറ്റിയും ഒരേപോലത്തെ ഡേറ്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റിൽ വരാത്തതിന്റെ പ്രോബബിലിറ്റിയുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനിയും പറഞ്ഞോ രോഹിത്തെ? Sir, probability of two students having the same birthday is equal to P of E equal to 1 minus P of not E. അത് തന്നെ കറക്റ്റ് ആണ്. അപ്പം പി ഓഫ് ഇവിടെ എന്താ, പി ഓഫ് ഗെറ്റിംഗ് ആനിമൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് നമുക്ക് തന്നിരിക്കുന്നത് പി ഓഫ് two students having same birthday അത് പി ഓഫ് ഇ എന്ന് വേണേൽ കൺസിഡർ ചെയ്യാം. പ്ലസ് പി ഓഫ് two student not having same birthday ഈസ് ഈക്വൽ ടു എന്താ 1 എന്ന് എടുക്കാം. ഇവിടെ നമുക്ക് ഇതിനെ പി ഓഫ് ഇ എന്നങ്ങ് എടുക്കാം, പ്ലസ് ഇതിനെ നമുക്ക് പി ഓഫ് നോട്ട് ഇ എന്നങ്ങ് എടുക്കാം, ഈസ് ഈക്വൽ ടു 1. നമുക്കിവിടെ പി ഓഫ് നോട്ട് ഇ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ പി ഓഫ് ഇ പ്ലസ് എന്താ 0.992 ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.992 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരുന്നു, 0.008 വരുന്നു. ആണോ നമ്മുടെ രോഹിത്തെ? Yes, sir. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എ പിഗ്ഗി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, നമ്മുടെ വഞ്ചി, നമ്മൾ ഈ പൈസ കൂട്ടിയിടുന്ന വഞ്ചിയില്ലേ, എ പിഗ്ഗി ബാങ്ക് കണ്ടെയ്ൻസ് ഇത് കൺഫ്യൂഷൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കണ്ടെയ്ൻസ് 150 പൈസ കോയിൻ, അതായത് 50 പൈസയുടെ 100 കോയിൻ എന്നാണ് അർത്ഥം കേട്ടോ. 150 പൈസ കോയിൻസ് 50 1 rupees coins, 20 2 rupees coin, 2 rupees coins, 10 5 rupees coin, 5 rupees coin, 10 5 rupees coin. If it is
equally likely that one of the coin will fall out when the bank is turned upside down. What is the probability that the coin ഒന്ന് will be 50 പൈസ coin, രണ്ട് will not be a 5 rupees coin. അപ്പൊ ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു കാണിക്കാൻ ചെയ്യുന്നല്ല, ഒരു വഞ്ചിയില്, നമ്മുടെ വീട്ടിലുള്ള വഞ്ചിയില് 100 50 പൈസ കോയിൻ, അതായത് 50 പൈസയുടെ 100 കോയിൻ. ചിലർ തിരിച്ച് കൺസിഡർ ചെയ്യും കേട്ടോ, 100ന്റെ അങ്ങനെയൊക്കെ എടുക്കും. അങ്ങനെ എടുക്കല്ലേ, 50 പൈസയുടെ കോയിൻ 100 എണ്ണം, 1 രൂപയുടെ കോയിൻ 50 എണ്ണം, 2 രൂപയുടെ കോയിൻ 20 എണ്ണം, 5 രൂപയുടെ കോയിൻ 10 എണ്ണം. കണ്ടോ, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 50 പൈസയുടെ കോയിൻ 100 എണ്ണം, 1 രൂപയുടെ കോയിൻ 50 എണ്ണം, 2 രൂപയുടെ കോയിൻ 20 എണ്ണം, 5 രൂപയുടെ കോയിൻ 10 എണ്ണം. അപ്പൊ ടോട്ടൽ അതിനകത്ത് എത്ര കോയിൻ ഉണ്ട്? 100, 150, 170, 180 കോയിൻ ഉണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് നമ്മൾ കാണിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന തിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് പുറത്തു വീഴുന്നത് 50 പൈസ ആകാനുള്ള സാധ്യത എത്ര എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 50 പൈസ കോയിൻ എത്ര ആയിരിക്കും എന്നറിയാമോ? ഫേവറബിൾ ഔട്ട്കം നമുക്ക് വേണ്ട എന്താ? 50 പൈസ കോയിൻ. 50 പൈസ കോയിന്റെ ഫേവറബിൾ ഔട്ട്കം എത്രയാ? എത്ര എണ്ണം ഉണ്ട്? 100 എണ്ണം. അപ്പൊ 100 ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം 180. കട്ട് ചെയ്യുമ്പോൾ 10/18. വേണമെങ്കിൽ ഇതും വെട്ടി ചെറുതാക്കാം, 2 വെച്ച് 5/9 ആക്കാം, വേണമെങ്കിൽ 5/9 ആക്കാം വെട്ടിയിട്ട്. ഇനി പ്രോബബിലിറ്റി ഗെറ്റിംഗ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് അല്ലെങ്കിൽ will not be a 5 rupees coin. അപ്പൊ 5 rupees coin അല്ലാത്ത കേസ് ഏതാ നോക്കി. 5 rupees coin ഇവിടെ എത്രയേ ഉള്ളൂ? 10 ഉള്ളൂ. അതല്ലാത്തതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കി എത്ര? ബാക്കി 170 കോയിൻ അതിനകത്തുണ്ട്. അപ്പൊ 170 കോയിൻ എന്ന് പറയുമ്പോഴത്തേക്കും 170 ഡിവൈഡഡ് ബൈ 180 എന്ന് വരുന്നു. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 17 ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഒരു ക്വസ്റ്റ്യനോടെ തരാം, ഒറ്റ ക്വസ്റ്റ്യനോടെ തരാം, ഒരു ക്വസ്റ്റ്യനോടെ തരാം. നമുക്ക് 2 ക്ലാസ് മതി. അടുത്ത ക്ലാസ്സോടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ തീരും. പഠിപ്പിക്കുകയും കൂടെ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഇതാക്കിയത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. എ ഗെയിം ഓഫ് ചാൻസ് consist of spinning game of chance consisting of spinning an arrow which comes to rest pointing at one of the numbers 1, 2, 3, 4, 5, 6, 7, 8, and these are equally likely outcomes. എല്ലാത്തിനും ഈക്വൽ ചാൻസ് ആണ് outcomes. What is the probability that it will point at 1, 8, 2 an odd number,
3 a number greater than 2, 4 a number less than 9. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ ഇത് നമ്മുടെ ഒരു നമ്മൾ ഈ ഗാംബ്ലിംഗ് ഒക്കെ ചെയ്തില്ല, ഇങ്ങനെ കറക്കുമ്പോൾ നിങ്ങൾ ഈ ഗോവയിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ കറക്കുമ്പം ഒരു നമ്പർ, ഒരു ആരോടെ നേരെ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ഗെയിം ഒക്കെ ഉണ്ടല്ലോ ഇല്ലേ? അപ്പൊ അങ്ങനെ 8 നമ്പർ ഇങ്ങനെ ഇരിക്കുവാണ്. 8 നമ്പർ നോക്കിക്കോണം, 8 നമ്പർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ ആണ്. റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടേബിൾ ആണ്. ഓക്കെ, ഇവിടെ ആയിട്ടാണ് ആരോ. ഇവിടെ ഇങ്ങനെ ആരോ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരോ ദാണ്ട് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഇതാണ് നമ്മുടെ ആരോ. ഓക്കെ, ഇപ്പൊ ഇവിടെ 1 2 3 4 5 6 7 8 ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ആരോയ്ക്ക് നേരെ വരുന്ന നമ്പറുകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 8 വരാനുള്ള സാധ്യത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാലോ 8 വരാൻ, 8 എന്ന് പറയുമ്പോൾ ഒരു നമ്പറാണ്. 8 വരാനുള്ള സാധ്യത ഒന്നേ ഉള്ളൂ. ടോട്ടൽ ഔട്ട്കം എത്രയാ? അപ്പം ടോട്ടൽ ഔട്ട്കം 8/8 എന്ന് എഴുതി വെക്കരുത്, മനസ്സിലായോ? കാരണം 8 എന്ന് പറയുന്നത് ഇതിന്റെ നമ്പറിന്റെ, അല്ലെങ്കിൽ 8 എന്ന് പറയുന്ന നമ്പർ ഈ ആരോടെ നേരെ വരാനുള്ള സാധ്യത ഒന്നേ ഉള്ളൂ. ഈ 8 നമ്പറിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ അല്ലേ? അപ്പൊ അവിടുത്തെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 8, പി ഓഫ് ഗെറ്റിംഗ് 8 എന്ന് പറയുമ്പോഴത്തേക്കും ഫേവറബിൾ ഔട്ട്കം 1 ഉള്ളൂ ഡിവൈഡ് ബൈ 8. കാരണം ടോട്ടൽ 8 എണ്ണം ഉണ്ട്. ആൻഡ് ഓഡ് നമ്പർ വരാനുള്ള സാധ്യത എത്രയാ? നമുക്കറിയാം ഇവിടെ ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ 1 ഓഡ് നമ്പറാ. അപ്പൊ 1 വന്നാൽ അത് കൂട്ടും. 3 ഓഡ് നമ്പറാ, അപ്പൊ 3 വന്നാലും അത് കൂട്ടും. 7 ഓഡ് നമ്പർ അല്ല 5 ഓഡ് നമ്പറാ, 5 വന്നാലും അത് കൂട്ടും. അതേപോലെ തന്നെ 1ഉം 3ഉം 5ഉം 7 വന്നാലും അത് കൂട്ടും അല്ലേ? അപ്പം 4 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ പി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? പി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ 4 ഡിവൈഡഡ് ബൈ 8 ആണ്. അതായത് 4 ഓഡ് നമ്പർ ഉണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കം 8, കട്ട് ചെയ്യുമ്പോൾ 1/2 കിട്ടും. ഓക്കെ, ഇനി പി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 2. അപ്പൊ പി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ എന്താ? 2വിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം 2 കൂട്ടാൻ പാടില്ല. അപ്പം 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. അപ്പം 3 4 5 6 7 8 6 നമ്പർ. അപ്പൊ 6/8 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3/4 വരുന്നു. ഓക്കെ, ഇനി പി ഓഫ് ഗെറ്റിംഗ് നമ്പർ ലെസ് ദാൻ 9. 9ന് താഴെ വരുന്ന ഏതൊക്കെ നമ്പർ വരാൻ സാധ്യതയുണ്ട്? ഈ നമ്പറുകളെല്ലാം വരാം. അപ്പം പി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 താഴെയുള്ള എല്ലാ നമ്പറും 8/8 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഇതായിരിക്കും. അപ്പൊ ഇത്രമേ ഞാൻ ചെയ്യിപ്പിക്കുന്നുള്ളൂ. ഇവിടെ കൊണ്ട് ഇങ്ങനെ